ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹെൻറീസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് നോക്കി. നമ്മൾ ഡീപ് സീ ഡൈവിംഗ് നോക്കി, സൊല്യൂബിലിറ്റി, അതിൻ്റെ എഫക്ട്സ് നോക്കി, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കി. വേപ്പർ പ്രഷറിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആക്കി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് റൗൾട്ട്സ് ലോയിലേക്ക് പോകാൻ പറ്റൂ. എന്താണ് വേപ്പർ പ്രഷർ? ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലുള്ള വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് നോക്കാം. എന്റെ കയ്യിൽ ഒരു കണ്ടെയ്നർ ഉണ്ട്. ഈ കണ്ടെയ്നറിനകത്ത് ഞാൻ പകുതി വരെ വെള്ളം നിറച്ചിട്ടുണ്ട്. ഈ വെള്ളം നിറച്ച് കഴിയുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ കാണുന്നത് പോലെ വെള്ളം ഇവോപ്പറേറ്റ് ചെയ്യണം. ഇവോപ്പറേറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ലെവൽ വരെ അത് ഇവോപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടൻസേഷനും അതേപോലെ ഇവോപ്പറേറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് കണ്ടൻസേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് കണ്ടെയ്നർ എത്തുന്നു. ഇതിനെയാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ സമയത്ത് വാട്ടർ വേപ്പേഴ്സ് ഈ വാട്ടറിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് ഞാൻ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാർഷ്യൽ പ്രഷർ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. രണ്ടും കൂടെ കൺഫ്യൂസ്ഡ് ആയാലും പാർഷ്യൽ പ്രഷർ ഗ്യാസസിനാണ്. വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് വേപ്പറൈസ് ചെയ്ത് ഒരു കണ്ടെയ്നറിനകത്തുള്ളപ്പോൾ ഉള്ള പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ വെച്ച് നമുക്കത് ക്ലിയർ ആയി. വോളറ്റിലിറ്റിയും വേപ്പർ പ്രഷറും കൂടെയുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം. എന്തായിരുന്നു വോളറ്റിലിറ്റി? പെട്ടെന്ന് ഒരു വസ്തു വേപ്പറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വോളറ്റിലിറ്റി എന്ന് പറയുന്നത്. രണ്ട് എക്സാമ്പിൾസ് വെച്ച് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ വാട്ടറും എടുത്തു, അതേപോലെ തന്നെ ഇതേൽ ആൽക്കഹോളും എടുത്തു. വാട്ടറിന്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.03 അറ്റ്മോസ്ഫിയർ ആണ്. അതേസമയം എത്തനോളിന്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.08 ആണ്. ഇതിപ്പോ കോവിഡിന്റെ സമയമാണല്ലോ. ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണ് ഹാൻഡ് സാനിറ്റൈസേഴ്സ്. ഹാൻഡ് സാനിറ്റൈസേഴ്സിനകത്ത് ഏറ്റവും കൂടുതലുള്ളതും ആൽക്കഹോളാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഹാൻഡ് സാനിറ്റൈസേഴ്സ് നമ്മൾ റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് വേപ്പേഴ്സ് ആയിട്ട് പോകും. നമ്മുടെ കയ്യിൽ പിന്നെ എത്തനോള് കാണത്തില്ല. ഇതെന്തുകൊണ്ടാണ്? വേപ്പറൈസ് ചെയ്ത് വോളറ്റൈൽ ആയിട്ട് ഇത് പോകുന്നതാണ്. അപ്പോൾ വോളറ്റിലിറ്റിയും വേപ്പർ പ്രഷറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളറ്റൈൽ ആകുന്നതിനനുസരിച്ച് കൂടുതൽ പെട്ടെന്ന് വേപ്പേഴ്സ് ആകും. അപ്പോൾ പെട്ടെന്ന് വേപ്പേഴ്സ് ആകുമ്പോൾ അതിനനുസരിച്ച് വേപ്പർ പ്രഷറും കൂടും. രണ്ട് പാത്രം ഞാൻ എടുത്തു. ഒന്നിനകത്ത് എത്തനോളും രണ്ടാമത്തേതിനകത്ത് വാട്ടറും വെച്ചു. അപ്പോൾ ആദ്യം ആരായിരിക്കും വേപ്പറൈസ് ചെയ്യുന്നത്? എത്തനോൾ ആയിരിക്കും വേപ്പറൈസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേപ്പർ പ്രഷർ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതേപോലെ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ആദ്യം നോക്കാം. ആദ്യം തന്നെ എമൗണ്ട് ഓഫ് ലിക്വിഡിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. രണ്ടാമതായിട്ട് എടുത്തിരിക്കുന്ന പാത്രത്തിനെയോ അതിന്റെ വോളിയത്തിനെയോ അതിന്റെ ഷേപ്പിനെയോ വേപ്പർ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മൂന്നാമതായിട്ട് വാട്ടറിന്റെ അല്ലെങ്കിൽ ഈ ലിക്വിഡിന്റെ സർഫസ് ഏരിയ കൂടുതലാണോ കുറവാണോ എന്നുള്ളതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്ലിയർ ആണല്ലോ? ലിക്വിഡിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ലിക്വിഡിന്റെ സർഫസ് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മൂന്നാമതായിട്ട് എടുത്തിരിക്കുന്ന പാത്രത്തിന്റെ ഷേപ്പിനെയോ സൈസിനെയോ അതിന്റെ വോളിയത്തിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് നോക്കാൻ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഉദാഹരണത്തിന് എന്റെ കയ്യിൽ ഒരു പാത്രം. ഈ പാത്രത്തില് 2 ലിറ്റർ വാട്ടറാണ്. ഓക്കെ ആണല്ലോ? എന്റെ കയ്യിൽ ഒരു പാത്രമുണ്ട്. ഈ പാത്രത്തില് 2 ലിറ്റർ വെള്ളമാണുള്ളത് അല്ലെങ്കിൽ വാട്ടർ ആണുള്ളത്. ഇതിനകത്തോട്ട് 2 ലിറ്ററും കൂടെ ആഡ് ചെയ്യണം. ആദ്യം 2 ലിറ്റർ ഉണ്ടായിരുന്നപ്പോൾ 2 ATM ആയിരുന്നു ഇതിന്റെ പ്രഷർ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 4 ലിറ്റർ ആകുമ്പോൾ ഇതിന്റെ പ്രഷർ എന്തായിരുന്നു? വേപ്പർ പ്രഷർ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ വേപ്പർ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചറിനെയാണ്. നമ്മൾ കാണാറുണ്ടല്ലോ, പെട്ടെന്ന് ഇവോപ്പറേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു. ഈ വെള്ളം ചൂടാകുമ്പോഴല്ലേ ഇവോപ്പറേഷൻ കൂടുതൽ നടക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. വേപ്പർ പ്രഷറിന്റെയും വോളറ്റിലിറ്റിയുടെയും ബന്ധം നമ്മൾ നോക്കി. വേപ്പർ പ്രഷർ എന്താണെന്ന് നോക്കി. ഇനി വേപ്പർ പ്രഷറും ബോയിലിംഗ് പോയിന്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. എന്താണ് വേപ്പർ പ്രഷറും ബോയിലിംഗ് പോയിന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് നോക്കാം. ഒരു കണ്ടെയ്നറിനകത്തുള്ള അല്ലെങ്കിൽ ഒരു ലിക്വിഡിന്റെ
വേപ്പർ പ്രഷർ എപ്പോഴാണോ എക്സ്റ്റേണൽ പ്രഷറിനേക്കാളും കൂടുതലാകുന്നത് ആ സമയത്ത് ആ ലിക്വിഡ് ബോയിൽ ചെയ്യുന്നു. നമുക്ക് എക്സാമ്പിൾ പറയാം. ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം, ഒരു കണ്ടെയ്നറിന് അകത്ത് നമ്മൾ കുറച്ച് വെള്ളം വെച്ചു. ഈ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ഞാൻ ആഡ് ചെയ്യുക. നമുക്കറിയാം ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ പ്രഷർ എത്രയാണ്? നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിന്റെ 1 അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് വെക്കുമ്പോൾ ഇതിന്റെ വേപ്പർ പ്രഷർ കൂടി 1 അറ്റ്മോസ്ഫിയറിന് മുകളിൽ വരുന്നത് ഏത് പോയിന്റിലാണോ ആ പോയിന്റിൽ വാട്ടർ ബോയിൽ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലായിരുന്നു ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ പൊക്കമുള്ള ഹില്ലി ഏരിയാസിലേക്ക് പോകുന്നതിനനുസരിച്ച് പ്രഷർ കുറഞ്ഞു വരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോ അങ്ങനെയുള്ള ഒരു കേസിൽ നമ്മളിപ്പോ സീ ലെവലില് വാട്ടർ ബോയിൽ ചെയ്യുകയാണെങ്കിൽ എത്ര ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ആകുന്നു അതിന് കുറച്ച് ടെമ്പറേച്ചറിൽ ഹില്ലി ഏരിയാസിൽ വാട്ടർ ബോയിൽ ആകും. നമ്മൾ വീട്ടിലൊക്കെ വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും വെള്ളം തിളക്കുന്നത്. ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ നമുക്ക് ലോവർ ടെമ്പറേച്ചറിൽ തിളച്ച് കിട്ടും. അതാണ് വേപ്പർ പ്രഷറും ബോയിലിംഗ് പോയിന്റും കൂടെയുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു ഗ്രാഫ് വെച്ച് ടെമ്പറേച്ചറിനനുസരിച്ച് വേപ്പർ പ്രഷർ മാറുന്നത് നമുക്കിവിടെ കാണാം. ഈ ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും പല വസ്തുക്കളുടെ ടെമ്പറേച്ചർ വ്യത്യാസവും അതിനനുസരിച്ചുള്ള വേപ്പർ പ്രഷർ നമ്മൾ നോക്കും. ഇനി നമുക്ക് ഒരു വോളറ്റൈൽ സൊല്യൂട്ട് ഒരു സൊല്യൂഷനകത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വേപ്പർ പ്രഷറിനെ കുറിച്ച് പഠിക്കാം. നമ്മൾ റൗൾസ് ലോ ഇവിടെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൗൾസ് ലോ നമുക്ക് പറയുമ്പോൾ ഫോർ വോളറ്റൈൽ ലിക്വിഡ് മിക്സ്ചറിൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. വോളറ്റൈലായിട്ടുള്ള ഒരു ലിക്വിഡ് മിക്സ്ചറിൻ്റെ കേസിലുള്ള റൗൾസ് ലോ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ റൗൾസ് ലോയുടെ തിയറി കാണാം. റൗൾസ് ലോ പറയുന്നതെന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ് സ്മോൾ ഫ്രാക്ഷൻ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ. അപ്പോൾ കൈ എ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ആണെന്നറിയാം. പി എ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷറാണ്. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പി എ നോട്ട് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറി? പി എ ഇസ് ഈക്വൽ ടു പി എ നോട്ട് ഇൻറ്റു കൈ എ. ഇതിനകത്ത് ഓരോ ടേംസ് ഏതൊക്കെയാണ്? പി എ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് കമ്പോണൻറ്റ് എ. മിക്സ്ചറിനകത്തുള്ള എ എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷറാണ്. മിക്സ്ചറിനകത്തുള്ളതാണെന്ന് ശ്രദ്ധിക്കണം. ഇനി കൈ എ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് ഓഫ് എ ഇൻ സൊല്യൂഷൻ. പി നോട്ട് എ എന്താണ്? ഈ കമ്പോണൻറ്റ് ഞാൻ പ്യുവറായിട്ട് വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചേക്കുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന വേപ്പർ പ്രഷറിനെയാണ് പി എ നോട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണൻറ്റ് എ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. ഞാൻ വാട്ടറും എത്തനോളും കൂടെയുള്ള ഒരു മിക്സ്ചറാണ് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ P0H0 എന്ന് ഇവിടെ കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കണ്ടെയ്നറിനകത്ത് വാട്ടർ മാത്രം എടുക്കുമ്പോൾ ഈ വാട്ടർ വേപ്പറിന് ഉണ്ടാകുന്ന പ്രഷറിനെയാണ് P0H2O എന്ന് പറയുന്നത്. അതേസമയം PH2O എന്ന് നമ്മൾ പറയുന്നത് ഏതാണ്? ഈ മിക്സ്ചറിനകത്തിരിക്കുമ്പോൾ വാട്ടറിനുള്ള പ്രഷറാണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതത്രയും മനസ്സിലായ കേസിൽ നമുക്ക് ഡാൾട്ടൺസ് ലോ ഇവിടെ അപ്ലൈ ചെയ്യാം. എന്താണ് ഡാൾട്ടൺസ് ലോ പറയുന്നത്? ടോട്ടൽ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഈസ് ദി സം ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ഇറ്റ്സ് കമ്പോണൻറ്റ്. ഈ കമ്പോണൻറ്റ്സ് രണ്ടിൻ്റെയും പാർഷ്യൽ പ്രഷറിൻ്റെ സമ്മിനെയാണ് നമ്മളിവിടെ ടോട്ടൽ പ്രഷർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പി ടോട്ടൽ ഇസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി. രണ്ട് കമ്പോണൻറ്റ്സ് ഉണ്ടായിരുന്നല്ലോ അതിനകത്ത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ P1നും P2നും നേരത്തെ റൗൾസ് ലോ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ പി ടോട്ടൽ ഇസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു കൈ എ പ്ലസ് പി നോട്ട് ബി ഇൻറ്റു കൈ ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കൈ എ പ്ലസ് കൈ ബി ആണെന്ന് നമുക്കറിയാം. അത് 1 ആണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ നിന്ന് കിട്ടി. നമ്മൾ ഇതിനകത്തോട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കൈ എക്ക് പകരം നമ്മൾ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി നോട്ട് എ ഇൻറ്റു 1 മൈനസ് കൈ ബി പ്ലസ് പി നോട്ട് ബി ഇൻറ്റു കൈ ബി എന്ന് കിട്ടി. ഇനി ഞാൻ പി നോട്ട് എ വെച്ച് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ വരും? പി നോട്ട് എ മൈനസ് പി നോട്ട് എ ഇൻറ്റു കൈ ബി പ്ലസ് പി നോട്ട് ബി ഇൻറ്റു കൈ ബി എന്നെനിക്ക് കിട്ടി. അതിനകത്തുനിന്ന് കൈ ബി കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിയുമ്പോഴാണ് നമുക്കിപ്പോൾ കാണിച്ചേക്കുന്ന ഈ ഇക്വേഷൻസ് കിട്ടുന്നത്.
ഇനി ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിച്ച് നോക്കുക. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കൺക്ലൂഷൻസിൽ നമുക്ക് എത്തുമെന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കി. ഈ ഇക്വേഷൻ അനുസരിച്ചാണെങ്കിൽ കൈ ബിയുമായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്തത്. ഈ ഇക്വേഷൻ അത് കയ്യേ ഇല്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതെങ്കിലും ഒരു കമ്പോണൻറ്റുമായിട്ട് ഇതിൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത് ടോട്ടൽ വേപ്പർ പ്രഷർ ഓവർ ദ സൊല്യൂഷൻ ക്യാൻ ബി റിലേറ്റഡ് ടു മോൾ ഫ്രാക്ഷൻ ഓഫ് എനി വൺ കമ്പോണൻറ്റ്. രണ്ടാമതായിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ലീനിയർ ആയിട്ടാണ്, അതായത് മോൾ ഫ്രാക്ഷനനുസരിച്ച് ലീനിയർ ആയിട്ടാണ് വേരി ചെയ്യുന്നതെന്ന് മനസ്സിലായി. പ്യുവർ കമ്പോണൻസിൻ്റെ വേപ്പർ പ്രഷറിനനുസരിച്ച് ടോട്ടൽ വേപ്പർ പ്രഷർ കൂടുകയോ കുറയുകയോ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലായത്. ഇനി ടെക്സ്റ്റിനകത്തൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫ് കൂടെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതാകുമ്പോൾ കൺസെപ്റ്റ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. എ എന്നും ബി എന്ന് പറയുന്ന രണ്ട് കമ്പോണൻറ്റ്. എ എന്ന് പറയുന്നത് വാട്ടറാണെന്ന് വിചാരിച്ചോളൂ, ബി എന്ന് പറയുന്നത് എത്തനോളാണെന്ന് വിചാരിച്ചോളൂ. ഈ ഗ്രാഫിൽ നമ്മൾ വൈയിൽ പ്രഷറാണ് ഡിനോട്ട് ചെയ്യുന്നത്, താഴെ നമ്മൾ മോൾ ഫ്രാക്ഷനാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ കമ്പോണൻ്റ് എടുക്കുമ്പോൾ എ എന്ന് പറയുന്ന കമ്പോണൻ്റ് എടുക്കും. എ ഏതാണ്? വാട്ടറാണ്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കൂടുന്നതനുസരിച്ച് നമുക്ക് പ്രഷർ കൂടുമെന്ന് റൗൾസ് ലോ പറയുന്നു. ലീനിയർ ആയിട്ടാണ് ഇവിടെ പ്രഷർ കൂടുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിനോട്ട് ചെയ്യാണ് എക്സ് എ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മോൾ ഫ്രാക്ഷൻ കൂടുന്നതനുസരിച്ച് പ്രഷർ കൂടുന്നു. കമ്പോണൻ്റ് എ, ഏത്? വാട്ടർ എന്ന് പറയുന്ന കമ്പോണൻ്റ് എയുടെ പ്രഷർ മോൾ ഫ്രാക്ഷൻ അനുസരിച്ച് കൂടുന്നു. അത് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അറിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എ പ്ലസ് എക്സ് ബി =1 ആണെന്ന് നമ്മൾ നേരത്തെ വീഡിയോസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എക്സ് എ 0 ആണെങ്കിൽ എക്സ് ബി എന്ന് പറയുന്നത് ഏതായിരിക്കും? എക്സ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ആയിരിക്കും. അപ്പോൾ മാക്സിമം എക്സ് ബി ആകുമ്പോൾ ബി കൊണ്ടുള്ള പ്രഷർ എന്ന് പറയുന്നതോ അതും മാക്സിമം ആയിരിക്കും. അപ്പോൾ പി ബി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഗ്രാജുവലായിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എക്സ് എ കൂടുന്നതിനനുസരിച്ച് എക്സ് ബി കുറഞ്ഞുകൊണ്ടേയിരിക്കും, അതിനനുസരിച്ച് പി ബിയും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഈ ഗ്രാഫ് വരുന്നത്. ഈ ഗ്രാഫിനകത്ത് പലരും ഡൗട്ട് എന്നോട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞത്. ഇതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.